ഫുട്ബോളിലെ ചിരവൈരികളായ ബ്രസീലും അർജന്റീനയും കേരളത്തിന്റെ മണ്ണിൽ ഏറ്റുമുട്ടി. കാഴ്ച പരിമിതിയുള്ള വനിതകൾക്കായുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ കാക്കനാടാണ് ഇരു രാജ്യങ്ങളും മത്സരിച്ചത്. കാഴ്ചപരിമിതിയുള്ളവരുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന് ആദ്യമായാണ് ഇന്ത്യ വേദിയാകുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമുള്ള ടർഫിൽ ഇന്നലെ രാത്രി നടന്നത് ഏവരും കാത്തിരുന്ന മത്സരം. മറ്റൊന്നും കൊണ്ടല്ല, അർജന്റീനയും ബ്രസീലും ഏറ്റുമുട്ടുന്നു. സെമിയിൽ ഒരു ഗോളിന് ബ്രസീലിനെ പരാജയപ്പെടുത്തിയ അർജന്റീന ടീം ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സന്നദ്ധ സംഘടനയാണ് ഇന്ത്യൻ ടീമിനെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത്. IBSA ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്പോർട്സ് അസോസിയേഷൻ വിമൻസ് വേൾഡ് ബ്ലൈൻഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് അതിന്റെ രണ്ടാമത്തെ എഡിഷനാണ് നടക്കുന്നത്. കളിയിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. മത്സരം നിയന്ത്രിക്കുന്ന 15 റഫറിമാർ ഇന്ത്യക്കാരാണ്. അതിൽ 4 പേർ മലയാളികളും. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഈ കളി മുന്നിലേക്ക് പോകുന്നത്. അകക്കണ്ണുകൊണ്ട് കണ്ട് ഫുട്ബോൾ കളിക്കുന്നതും അത് നമ്മുടെ സാധാരണ ഫുട്ബോൾ കളിക്കുന്നതിനേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് അവരൊക്കെ കളിക്കുന്നത്. അന്ധതയെ ചെറുത്തു തോൽപ്പിക്കുന്ന കളിക്കാർ മാത്രമല്ല, ഗ്യാലറിയിലിരുന്ന കൂടെയുള്ളവരുടെ കമന്ററി കേട്ട് ഉൾക്കണ്ണിൽ കളി കാണുന്നവരും ഉണ്ട്. ജപ്പാൻ, ഇന്ത്യ, തുർക്കി, ബ്രസീൽ, അർജന്റീന, ഇംഗ്ലണ്ട് തുടങ്ങി നിരവധി രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. So a beautiful, wonderful experience here in the country, and we're very proud, very glad to have been here and experienced it, and excited to get home and tell our family and friends about the wonderful experience that we've had. സർക്കാർ സംവിധാനങ്ങളുടെയും മറ്റും സഹായമുണ്ടെങ്കിൽ കുറേയധികം കാലുകൾക്ക് കൂടി കാൽപന്ത് തട്ടാനാകുമെന്ന വിശ്വാസത്തിലാണ് സംഘാടകർ. ഫുട്ബോൾ രാജാക്കന്മാരുടെ നാട്ടിൽ നിന്നുള്ളവരാണ്. കൊച്ചിയിൽ പന്ത് തട്ടുന്ന ഈ പെൺപുലികളുടെ കണ്ണിൽ കൂരിരുളാണ്. പക്ഷേ കാൽപന്തിനുള്ളിൽ നിന്നുള്ള മണിമുഴക്കങ്ങൾക്ക് പിന്നാലെ പായുന്ന ഇവരുടെ കരുത്തുറ്റ കാലുകളുണ്ടല്ലോ, അവയുടെ വേഗമുണ്ടല്ലോ. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് ഇതിലും വലിയ പ്രചോദനം മറ്റെന്താണ്? ക്യാമറമാൻ സജിൽ ഗുരുവായൂരിനും പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.